നമസ്കാരം പ്രിയപ്പെട്ട സ്കൂൾ ഓഫ് മെഡിസിനൽ പ്ലാന്റ്സ് വൈദ്യദർശനം കുടുംബാംഗങ്ങളെ, ഞാൻ നിങ്ങളെ ഒരു ചെടിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. പാർത്തേമിയം. ഈ ചെടിയെ നമ്മൾക്ക് ആർക്കും പരിചയപ്പെടുത്തണ്ട. ഇപ്പോൾ കേരളത്തിൽ വളരെ സുലഭമായി നമ്മുടെ പാതയോരങ്ങളിലും പുറംപോക്കുകളിലും തോട്ടുവക്കിലുമൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു വിദേശ അധിനിവേശ സസ്യമാണ് പാർത്തേമിയം. അമേരിക്കൻ ഐക്യനാടുകളിലാണ് ഇതിൻ്റെ ജന്മദേശം. പണ്ട് കാലത്ത് നമ്മൾ ഈ ഗോതമ്പ് പോലുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് സൗജന്യമായിട്ടും അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതിൽ കൂടി എങ്ങോട്ടാണ് ഈ ചെടി നമ്മുടെ രാജ്യത്തേക്ക് വന്നത്. 1950 ശേഷമാണ് ഈ ചെടി ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ കാണാൻ തുടങ്ങിയത്. അതിനുശേഷം ഒരു 1960-65 ആയപ്പോഴത്തേന് നമ്മുടെ കേരളത്തിലും ഈ ചെടി സർവ്വസാധാരണമായി വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിലാണ് ഈ ചെടി നമുക്ക് ഏറ്റവും അടുത്ത് ആദ്യം കാണാൻ തുടങ്ങിയത്. അതിനുശേഷം തമിഴ്നാട്ടിൽ നിന്ന് ഈ ചാണകമൊക്കെ കേരളത്തിലേക്ക് വണ്ടിയിൽ കൊണ്ടുവരുന്ന സമയത്ത് അങ്ങനെയാണ് കേരളത്തിലേക്കും വന്നത്. ഇത് അലർജിയും കഠിനമായ ശ്വാസകോശ രോഗങ്ങളുമൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചെടിയാണ്. ഈ ചെടിയെ തെറ്റിദ്ധരിച്ചുകൊണ്ട് പല ആൾക്കാരും വേറെ ഔഷധച്ചെടിയാണെന്നുള്ള രീതിയിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചെടിയുടെ ഇല നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മുടെ ക്യാരറ്റിൻ്റെ ഇല പോലെയാണ് ഈ ചെടിയുടെ ഇലയുള്ളത്. ക്യാരറ്റിൻ്റെ ഇല പോലെയാണ് ഈ ചെടിയുടെ ഇല. ശ്വാസകോശത്തിൽ ഇതിൻ്റെ പൂവുണ്ടാകുന്ന സമയത്ത് ഈ പൂവിൻ്റെ അടുത്തുനിന്ന് ഒരു പൊടിയൊക്കെ പറന്ന് നമ്മുടെ മേത്തുണ്ടെങ്കിൽ അതികഠിനമായ അലർജിയും ശ്വാസകോശ രോഗങ്ങളും ഒക്കെ ഉണ്ടാക്കി ധാരാളം പേര് ഹോസ്പിറ്റലിലൊക്കെ ആയതായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ ചില റിസർച്ചുകളിൽ ഈ ചെടിയെപ്പറ്റി റിസർച്ച് നടത്തിയിട്ടുണ്ട്. നമ്മുടെ തന്നെയല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ചെടിയെപ്പറ്റി റിസർച്ച് നടത്തിയിട്ടുണ്ട്. ഇതിലെ അലർജി ഉണ്ടാക്കുന്ന ഇല്ലെങ്കിൽ വിഷസ്വഭാവത്തെ പറ്റിയാണ് കൂടുതൽ റിസർച്ച്. എങ്കിലും ചില റിസർച്ചിൽ പനിക്കും അതേപോലെ ചുമയ്ക്കുമൊക്കെ ചില മരുന്നിനായിട്ട് ഇത് ഉപയോഗിക്കാം എന്നും, അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയിൽ നിന്ന് എടുക്കുന്ന ഒരു ഘടകം ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുമെന്നുമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ പഠനമൊക്കെ ഇപ്പോൾ ശൈശവ ഘട്ടത്തിലാണ്. എങ്കിലും അതിവിദൂരം അല്ലാത്ത ഭാവിയിൽ ചിലപ്പോൾ ഇതിൽ നിന്ന് ക്യാൻസറിനുള്ള ഒരു മരുന്ന് വേർതിരിച്ചെടുത്തുകൂടായികയില്ല. എന്തായാലും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി ഒരു വീഡിയോ സമർപ്പിക്കുന്നുണ്ട്. ഈ ചെടിയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കാണുമ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഇതിനെ നശിപ്പിച്ച് കളയണം. ഇത് അവിടെ കണ്ടോ, ഇതൊക്കെ തൈയാണ്. ഈ തൈയൊക്കെ ആകുമ്പോൾ ഇതിനെ നശിപ്പിച്ച് കളയാൻ വേണ്ടി വളരെ എളുപ്പമാണ്. ഇത് വലുതായി പൂവായി ആ പൂവ് പടർന്ന് ഇതിൻ്റെ പൊടികളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ എല്ലാവർക്കും തന്നെ അലർജി, ശ്വാസമുട്ടലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ശ്രീനിവാസ് വൈദ്യർ, വയനാട്.